Welcome back to Griha Home Stories by HHS Inframark. ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ചക്കോളിയിലാണ്. ഇവിടെ ഡോക്ടർ സുനീർ സാറിൻ്റെയും ഫാമിലിയുടെയും വീടിൻ്റെ വിശേഷമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. 20 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏരിയയുള്ള ഈ വീടിന് ബാത്ത് അറ്റാച്ചഡോട് കൂടി 5 ബെഡ്റൂമാണുള്ളത്. ഫ്രണ്ട് എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു കൊളോണിയൽ കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഒപ്പം വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് പൂർണ്ണമായിട്ടും ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ച് നോക്കുകയാണെങ്കിൽ കാൻഡിലൂർ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിനൊന്നും യാതൊരുവിധ തടസ്സവും കാർ പോർച്ചിന് ഉണ്ടാകുന്നില്ല. ഇനി ഈ വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ കാണുന്ന കിണർ. വലിയൊരു വുഡൻ ബാരലിന്റെ ഡിസൈനിലാണ് ഈ കിണർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാം സിമെന്റ് ഉപയോഗിച്ച് തന്നെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പെബിൾസുകളും ഫ്രണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് ഈ കൊളോണിയൽ ടച്ച് നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു എലിവേഷൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എലമെന്റ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്, ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്, ജാളി യൂസ് ചെയ്തിട്ടുണ്ട്, ടെക്സ്ചർ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റലിലുള്ള CNC വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേകതരം ഗ്ലാസ് ഉപയോഗിച്ചിട്ടുമുണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് എലിവേഷൻ മനോഹരമാക്കിയിട്ടുള്ളത്. നമ്മളിനി വീടിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. സ്മാർട്ട് ലോക്ക് ആണ് വീടിന്റെ ഫ്രണ്ട് ഡോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫേസ് സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഇത് നമുക്ക് എളുപ്പം തുറക്കാൻ സാധിക്കുന്നത്. ഈ വീടിന്റെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗസ്റ്റ് ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ്, പേഷ്യ ഏരിയ, ബാത്ത് അറ്റാച്ചഡോട് കൂടിയിട്ടുള്ള 5 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ബാൽക്കണി, അപ്പർ ലിവിംഗ്, ഹോം തിയേറ്റർ, പ്രൈവറ്റ് ബാൽക്കണി തുടങ്ങി ഒരുപാട് ഏരിയകളുണ്ട് നമുക്ക് കാണാൻ. ഇനി നമുക്ക് ഓരോ ഏരിയയും കാണാം. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു സോഫ യൂണിറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഡിസൈൻ എലമെന്റ് മാത്രമല്ല, നല്ലൊരു ഡ്രോവർ കൂടിയാണ്. നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. TV യൂണിറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വുഡൻ ലൂവേഴ്സും വുഡൻ ലാമിനേഷനും ഉപയോഗിച്ചിട്ടുള്ള ഏരിയ ആണ് ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയ ഷോക്കേസുകൾ വന്നിട്ടുണ്ട്. TV കൺസോൾ ഏരിയ ആണെങ്കിലും ഫുൾ വുഡൻ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗസ്റ്റ് ലിവിങ്ങിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവിടുത്തെ സീലിംഗ് തന്നെയാണ്. വുഡൻ ഡിസൈനിൽ കാണുന്ന രീതിയിലുള്ള സീലിംഗും അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഫാനും ഹാങ്ങിങ് ലൈറ്റും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷനാണ് നമ്മളിവിടെ കാണുന്നത്. സ്റ്റീലിൽ സ്ട്രക്ചർ ചെയ്തിട്ട് പ്ലൈവുഡിൽ വുഡൻ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വെറും ഒരു പാർട്ടീഷനായിട്ട് മാത്രമല്ല ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഹനങ്ങളിലേക്ക് കീ ഒക്കെ എളുപ്പത്തിൽ ഇട്ടിട്ട് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. വീടിന്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറേജ് ഏരിയ ഇതിനോടൊപ്പം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. 8 സീറ്റ് സ്റ്റോൺ ടോപ്പ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ആണ്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു പേഷ്യ ഏരിയ ഉണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് പറയേണ്ടതും ഈ ഫോർ സീലിംഗും ഈ ലൈറ്റിന്റെ ഭംഗിയും തന്നെയാണ്. 5 ബെഡ്റൂമുള്ള വീടാണെന്ന് പറഞ്ഞു. 5 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. എന്നാൽ ഒരു കോമൺ ബാത്റൂമും കൂടി ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. FRB ഡോർ ആണ്. എന്നാൽ സാധാരണ ബാത്റൂം ഡോറുകൾക്ക് ഉപയോഗിക്കുന്ന അളവിലല്ല, ഒരു ബെഡ്റൂം ഡോറിന് ഉപയോഗിക്കുന്ന അളവിലുള്ള ഡോറാണ് ഈ ഒരു കോമൺ ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഒരു ടോയ്ലറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി ലിവിംഗ് ഏരിയ എന്ന കോൺസെപ്റ്റിലാണ് ഈ ഒരു പേഷ്യ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ ഒരു ഭാഗത്തിന് മുഴുവൻ കൊടുത്തേക്കുന്നത്. ഒരു ഭാഗത്ത് ജാളി ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കൊതുകോ മറ്റു പ്രാണികളോ ഒന്നും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തിന്നായിട്ടുള്ള മെറ്റൽ മെഷ് യൂസ് ചെയ്തിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നാച്ചുറൽ സ്റ്റോണുകളുടെ ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് വാളിൽ യൂസ് ചെയ്തേക്കുന്നത്. റബ്ബർ ടൈപ്പ് ആണെങ്കിലും അതുപോലെ ലാറ്ററൈറ്റ് ടൈപ്പ് ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഫ്ലോറിംഗ് ടൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹെവി ഡ്യൂട്ടി വരുന്ന ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഫ്ലോറിംഗ് ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്പം മാറിയിട്ടാണ് കോമൺ വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇവിടെയും വുഡൻ ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു ഗോൾഡൻ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു വെസലാണ് വാഷ് ബേസിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ട്രഡീഷണൽ ഡിസൈനിൽ ടോപ്പിൽ ഡയമണ്ട് വരുന്ന മോഡലിലുള്ള ഒരു പില്ലർക്കൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 6x4 സൈസിലുള്ള ഗോൾഡൻ സത്വാര ഡിസൈനുള്ള ടൈലാണ് ഈ വീട്ടിൽ ഫുൾ ഏരിയയിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഞാൻ ഇതിന് മുമ്പുള്ള സീരീസിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ പേപ്പർ ജോയിന്റിലും ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോക്സി ഫിനിഷിലാണ് ഈ ടൈല് ചെയ്തിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈനിൽ സാധാരണ നമ്മൾ കാണാറുള്ള സത്വാരിയോ എപ്പോഴും വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ ആയിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ വൈറ്റിൽ ഗോൾഡൻ യെല്ലോ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്ന വുഡൻ എലമെൻറ്റുമായിട്ട് ഭയങ്കര മാച്ചിങ് ആണ് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത്. വളരെ വൈഡായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 6x4 ടൈല് ഈ വീടിന് ഭയങ്കരമായിട്ട് ഇണങ്ങുന്നുമുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫോയർ ഏരിയയുടെ എൻഡിലേക്കാണ് നോക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രീനറി വന്നിട്ട് ഇവിടെ ഒരു വിൻഡോ കൊണ്ടിട്ടാണ് ഈ ഒരു ഫോയർ ഏരിയ എൻഡ് ചെയ്തേക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസ് പരിചയപ്പെടാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത്.
കളർ കോൺസെപ്റ്റിലാണ് വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് പറയേണ്ടത് ഈ കാണുന്ന ബേ വിൻഡോ കോൺസെപ്റ്റ്. സാധാരണയായിട്ട് വിൻഡോ ലൈറ്റും അതുപോലെ തന്നെ എയർ സർക്കുലേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സിറ്റിങ്ങിനായിട്ട് വിൻഡോ ഏരിയ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്നത്. ഒപ്പം നല്ലൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൂടിയും നമുക്ക് ഈ ബേ വിൻഡോ ഏരിയ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ള ഈ ഒരു വുഡൻ സീലിംഗ് ഡിസൈൻ, ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ട് വുഡൻ ടെക്സ്റ്റർ ഫിനിഷ് കൊടുത്തിട്ടാണ് ഇത് ഭംഗിയാക്കിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ 2 ബെഡ്റൂമുകൾക്കും ഈ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സീലിംഗ് വർക്കിനോടൊപ്പം തന്നെ മനോഹരമായ കാര്യമാണ് ഒരു സൈഡിലുള്ള വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബ്ലൂ കളറിലെ ടെക്സ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ 5 ബെഡ്റൂമുകളിലും ഇതുപോലുള്ള കളർ ടെക്സ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബെഡ്റൂമുകളെല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ആദ്യമേ എൻട്രി ചെയ്യുന്നത് ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ്. ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കർട്ടനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നിട്ടാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് വരുന്നത്. വളരെ മിനിമലായിട്ടാണ് ഓരോ ബെഡ്റൂമുകളിലും ഇതുപോലെ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ടോയ്ലറ്റ് ഏരിയയിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ടോയ്ലറ്റ് ഏരിയ കൂടി നോക്കാം. എല്ലാ ടോയ്ലറ്റ് ഏരിയയും വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ് എൻക്ലോഷർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ചെറിയ വാഷ് ബേസിനാണ് എല്ലാ ബാത്ത് ഏരിയയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചൺ ഒഴികെയുള്ള എല്ലാ ഏരിയ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. സ്റ്റെയർ ഏരിയ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാർന്നിട്ട് കർവ്ഡായിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റിൽ ഗ്രാനൈറ്റ് ടോപ്പോട് കൂടിയിട്ട് ഹാൻഡ് റെയിലായിട്ട് സ്ക്വയർ ട്യൂബും വുഡും ചേർത്തിട്ട് ചുറ്റിക്കറങ്ങി വരുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ രീതി സ്റ്റെയർ ചെയ്യുമ്പോൾ ഇതിനൊരു ബ്ലൈൻഡ് സ്പോട്ട് വരും. ഈ ഏരിയ വീട്ടിലെ ഇൻവെർട്ടർ യൂണിറ്റ് ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ ഹൈറ്റിൽ കാണുന്ന ഒരു വാൾ ഏരിയ, മനോഹരമായിട്ടുള്ള ലൈറ്റുകൾക്കൊപ്പം ഗോൾഡൻ PVD കോട്ട് ചെയ്തിട്ടുള്ള മെറ്റൽ ബീഡിങ്ങും ടെക്സ്ചർ ഫിനിഷുമാണ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മോഡുലാർ സ്റ്റെയർ കേസിൽ കാണാറുള്ളത് പോലെ തന്നെ സെൻസർ ഉപയോഗിച്ചുള്ള സ്റ്റെപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയറിനും. ഒപ്പം കയറി വരുമ്പോൾ നമുക്ക് മനോഹരമായിട്ടൊരു വലിയ ഷാൻലിയർ കാണാൻ സാധിക്കും. അതിന്റെ മുകളിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പർഗോളയും കാണാൻ സാധിക്കും. നമ്മൾ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വലിയൊരു ഫോയർ ഏരിയ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഏരിയയും കാണാൻ സാധിക്കുന്നത്. ഈ അപ്പർ ലിവിംഗിൽ നിന്നാണ് വീടിന്റെ മുകളിലുള്ള 3 ബെഡ്റൂമിലേക്കും ഹോം തിയേറ്ററിലേക്കും കോമൺ ബാൽക്കണിയിലേക്കും ഓപ്പൺ ടെറസിലേക്കും എല്ലാം നമുക്ക് പോകാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയൊരു ഫോയർ ഏരിയ ആയിട്ടാണ് നമ്മളോട് ചെയ്തേക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ, അയണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേബിളാണിത്. നമുക്ക് ഉപയോഗം വരുമ്പോൾ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യും. ശേഷം നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ഔട്ട് ചെയ്ത് വെക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അധികം ഒന്നും കാണാത്ത ഒരു യൂണിറ്റ് ആണ് ഈ കാണുന്ന അയൺ ബോക്സ് വെക്കാനായിട്ട് ഒരു ഹോൾഡർ. അപ്പർ ലിവിംഗിന്റെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇവിടെ അപ്പോക്സി ഫിനിഷിലാണ് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗോൾഡൻ സ്വത്താര ഡിസൈന് മാച്ച് ചെയ്തിട്ടുള്ള ഗോൾഡൻ കളറുള്ള ഗ്ലിറ്ററിംഗ് എപ്പോക്സിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമും ഒരേ ഡിസൈനിൽ തന്നെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള കളർ കോൺസെപ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബെഡ്റൂം ഉൾപ്പെടെയുള്ള 3 ബെഡ്റൂമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിസൈനിൽ മാത്രമുള്ള വ്യത്യാസം, ബാക്കി കോൺസെപ്റ്റ് എല്ലാം ഇവിടെയുള്ള 5 ബെഡ്റൂമിലും സെയിം തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെയുള്ള ഈ 5 ബെഡ്റൂമുകൾക്കും ബേ വിൻഡോ വരുന്നുണ്ട്, ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്റൂമും ടോയ്ലറ്റും ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രീൻ കളർ ഫിനിഷ് ആണ്. എന്നാൽ ബാക്കി 2 ബെഡ്റൂമിലേക്ക് നോക്കുമ്പോൾ ഒരിടത്ത് പിങ്കും ഒരിടത്ത് പർപ്പിൾ കളർ ഫിനിഷുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും മുകളിലത്തെ നിലയിൽ സാധാരണയായി കുട്ടികളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഒരുപക്ഷെ അവർക്ക് ഇഷ്ടമുള്ള കളറുകളായിരിക്കാം ഇവിടേക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ഹോം തിയേറ്റർ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള ഹോം തിയേറ്റർ അല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഹോം തിയേറ്റർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തേക്കാണ്. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇവിടെ ഫ്ലോർ ചെയ്തേക്കുന്നത് വുഡൻ ഫിനിഷിലാണ്. ഫ്ലോർ ഏരിയ തന്നെ 2ആയിട്ടാണ്. 2 സോഫ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ തന്നെ സ്ക്രീൻ ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ഫ്ലോർ ഏരിയ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇനി കാണാൻ ഈ വീടിന്റെ കോമൺ ബാൽക്കണി മാത്രമാണുള്ളത്. നമുക്ക് ഇനി അവിടേക്ക് വരാം. നമ്മൾ മുൻപ് കണ്ട ആ ഒരു ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമിലും ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഏരിയ പൂർണ്ണമായിട്ടും കാണാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. വളരെ വിശാലമായിട്ടൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇനി കാണാനുള്ളത് ഈ വീടിന്റെ ന്യൂക്ലിയർ പോയിന്റ് ആണ്. അതെ, കിച്ചന്റെ വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീടിന് ഒരു മോഡുലാർ കിച്ചണും ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട്. ഒപ്പം ഒരു ചെറിയ ഏരിയയെ വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഏരിയയിലാണ്. അതിന് പറ്റിയ ഹൈറ്റുള്ള 2 ചെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ടോപ്പിലേക്ക് കാണുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ്. കിച്ചണിലേക്ക് വരാം. കിച്ചൺ ഏരിയയിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ഒരു ഡോറൊന്നുമല്ല, ഒരു ഓപ്പൺ കിച്ചൺ എന്ന് തോന്നിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. കാരണം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഡൈനിങ്ങിലേക്കും അതുപോലെ തന്നെ ഫോയർ ഏരിയയിലേക്കും ഓപ്പൺ ആവുന്ന രീതിയിലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. ഒരു ബ്ലൂ കളർ ഫിനിഷിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടില്ല. എന്നാൽ ടോപ്പ് ക്യാബിനും
ബോട്ടം ഏരിയ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ മോഡുലർ കിച്ചൺ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ആക്സസറീസുകളും ഈ കിച്ചണിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിച്ചൺ അപ്ലയൻസുകളെയും ആക്സസറീസുകളെയും പരിചയപ്പെടുത്തുന്ന HGS ഇൻഫ്രാമാർട്ടിന്റെ എൻ്റെ അടുക്കള സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ റോളിംഗ് ഷട്ടർ ഉൾപ്പെടെയുള്ള എല്ലാത്തരം കിച്ചൺ അക്സസറീസുകൾ ഉപയോഗിച്ച് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മോഡുലർ കിച്ചണുകളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. വീടിന്റെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അല്പനേരം വീടിന്റെ ഹൗസ് ഓണേഴ്സുമായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാണ്. ജനറലി പറഞ്ഞാൽ ഞാൻ വിദേശത്താണ്. വൈഫിൻ്റെ കുറേ ടേസ്റ്റും ഐഡിയാസും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കി. അപ്പം നിങ്ങളുടെ സ്റ്റാഫ് വെരി ഫസ്റ്റ് വിസിറ്റ് മുതലേ അവർ തറവ് സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ ടൈൽസ് ഫൈൻഡ് ചെയ്യലായിരുന്നു ആദ്യത്തത്. പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് അതെല്ലാം ഫൈൻഡ് ചെയ്യാൻ പറ്റി. ജാഗ്വാർ ആയിരുന്നു തുടക്കം മുതൽ. അത് എൻ്റെ സജഷനല്ല, വൈഫിൻ്റെ സജഷനായിരുന്നു. അതേപോലെ എന്ത് സപ്പോർട്ടുള്ള ടൈമിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീടിന്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും